നമസ്തേ. കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. വളരെയധികം പ്രത്യേകതകളുള്ള, സ്ത്രീകൾക്ക് വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം പ്രവേശനമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. രാജരാജേശ്വര ക്ഷേത്രം രാജാവായാണ് മഹാദേവൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നെയ്യമൃത് ആണ് പ്രധാന ഒരു വഴിപാട് എന്ന് പറയുന്നത്. 20 രൂപയാണ് നെയ്യമൃതിൻ്റെ ഒരു ചാർജ് വരുന്നത്. അപ്പോൾ കണ്ണൂർ തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പായിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. പരബ്രഹ്മസ്വരൂപിയായ മഹാദേവന്റെ പല പേരുകളിലൊന്നായ ശ്രീ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. എന്നാൽ മഹാദേവൻ്റെതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കൂളത്തില ഉപയോഗിക്കില്ല, ധാരയും രുദ്രാഭിഷേകവും പതിവില്ല, പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല, ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. എന്നിരുന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവുമെല്ലാം മഹാദേവൻ്റേത് തന്നെ. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ കരുതപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്കർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കുക പതിവ്. ഉപദേവതാ സ്ഥാനങ്ങളിൽ പാർവതീദേവി, സങ്കല്പമായി ഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും, ദക്ഷിണാമൂർത്തി പരശുരാമൻ, നന്ദികേശൻ, ഭൂതത്താന്മാർ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ മാടായിക്കാവിലമ്മ, ചെറുകുന്ന്, അന്നപൂർണേശ്വരി ദേവി എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നുണ്ട്. കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. പൂർണ്ണമായും വെട്ടുകല്ല് കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു കല്ലിൻ്റെ വലിപ്പവും കുത്തിയെടുത്തേക്കുന്ന കർവുകളൊക്കെ നോക്കി. ക്ഷേത്രാഐതിഹ്യം ഇപ്രകാരമാണ്. ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ കരുതപ്പെടുന്നു. സതീദേവിയുടെ സ്വയം ദഹനത്തിനും മഹാദേവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതീദേവിയുടെ തല വീണത് ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ഋഷിമാർ ആദിത്യനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച 3 ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് കൈവശപ്പെടുത്തി. പാർവതീദേവി ഭഗവാൻ മഹാദേവന്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങി പൂജിച്ചു വന്നിരുന്നു. ഒരിക്കൽ മാന്തത മഹർഷി ശ്രീ മഹാദേവനെ പൂജകൾ കൊണ്ട് സംപ്രീതനാക്കി. പൂജയിൽ പ്രസാദവാനായ ഭഗവാൻ ശ്മശാനങ്ങളില്ലാത്ത സ്ഥലത്തു മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്നുപദേശിച്ച് അതിലൊരു ശിവലിംഗം മാന്തത മഹർഷിക്ക് സമ്മാനിച്ചു. ശിവലിംഗവുമായി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു നടന്ന മഹർഷി ഇവിടെ തളിപ്പറമ്പായിൽ വരികയും ഇത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനേക വർഷങ്ങൾ ശിവപൂജ നടത്തി ശിവപ്രീതി നേടി മഹർഷി സായുജ്യമടയുകയും പിന്നീട് ആ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് താണ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് മാന്തത മഹർഷിയുടെ മകനായ മുച്ചുകുന്ദൻ ശ്രീ മഹാദേവനെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ നിന്ന് 2ാമത്തെ ശിവലിംഗം നേടി. അദ്ദേഹം ഇവിടെ തളിപ്പറമ്പയിൽ വന്ന് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ശിവപൂജ ചെയ്തു പോന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ശിവലിംഗവും കാലക്രമത്തിൽ ഭൂമിക്കടിയിലേക്ക് താണു പോയത്രേ. പിന്നീട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ, അതായത് കോലത്തുനാട് രാജാവും ശിവഭക്തനുമായിരുന്ന ശതസോമനാണ് 3ാമത്തെ ശിവലിംഗം ലഭിച്ചത്. അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശിവപൂജകൾ നടത്തിയാണ് അദ്ദേഹത്തിന് ഈ ശിവലിംഗം ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. രാജാവ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണിത് പൂജ നടത്തിപ്പോന്നു അത്രേ. ശതസേനൻ കാമധേനുവിനെ കറന്നെടുത്ത പാലുകൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാണ് ക്ഷേത്രാഐതിഹ്യങ്ങളിൽ പറയുന്നത്. പെരുംചെല്ലൂർ, പെരുംതൃക്കോവിൽ, തളിപ്പറമ്പ ക്ഷേത്രം എന്നീ പേരുകളിൽ ചരിത്രത്താളുകൾ ഇടം നേടിയിട്ടുള്ള മഹാക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം.
കേരള മഹാത്മ്യം, കേരള ക്ഷേത്ര മഹാത്മ്യം, മൂഷകവംശകാവ്യം തുടങ്ങിയ സംസ്കൃത കൃതികളിലും ചെല്ലുരീശ വിലാസം, ലക്ഷ്മീപുരേശ സ്തോത്രം, ചെല്ലൂർ പിരാൻ സ്തുതി മുതലായ കൃതികളിലും ചെല്ലൂർ നവോദയം ചമ്പുവിലും തളിപ്പറമ്പ് ഗ്രാമത്തെയും പെരുംതൃക്കോവിലപ്പനെയും പരാമർശിക്കുന്നുണ്ട്. നമ്മളപ്പോഴേ രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ടാ. രാവിലെ 6:30 പൂജയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ 7:10 നട തുറക്കുള്ളൂ. എല്ലാ ദിവസവും ആ സമയത്ത് പൂജയുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും 6:30 എത്തിയപ്പോൾ, അതുകൊണ്ട് നമുക്കൊരു 3/4 മണിക്കൂറോളം അവിടെ സമയം പോയി. പക്ഷേ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. ക്ഷേത്രത്തിന് അകത്തേക്ക് നമുക്ക് ഷർട്ടോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഷർട്ടെല്ലാം നമ്മൾ അഴിച്ച് അവിടെ പുറത്ത് തൂക്കണം. മൊബൈലൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജാവായി വാഴുന്ന, രാജാവിൻ്റെ ഭാവത്തിൽ പരിവാരങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളിൽ ഒക്കെ നോക്കി നടത്തുന്ന ഭഗവാനാണ് കേട്ടോ ശ്രീ രാജരാജേശ്വരൻ. ഗംഭീര ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ചേർന്ന് തന്നെ 2 ഉപദേവതാ ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അപ്പം അങ്ങടേക്ക് പോവുകയാണ് കേട്ടോ. അരവത്ത് ശ്രീ ഭൂതനാഥ ക്ഷേത്രം, വാസുദേവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ക്ഷേത്രം ചിറ, ഈ 2 ക്ഷേത്രങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഉപദേവതാ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരണം കേട്ടോ. ഏകദേശം ഒരു 200 മീറ്റർ വരണം. അപ്പോൾ നമ്മൾ ആ ഒരു ഉപദേവതാ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇതിനു മുൻപ് 2 തവണ വന്നിട്ടുണ്ട്. 2 തവണ വന്നിട്ടും നമ്മൾ ഈ ഉപദേവതാ ക്ഷേത്രത്തിലേക്ക് വന്നില്ല കേട്ടോ. അന്ന് അവിടെ എഴുതി വെച്ചിട്ട് കണ്ടില്ല. ജസ്റ്റ് നമ്മൾ ആ തിരിയണ ആ മതിലിൻ്റെ സൈഡ് വരെ വന്നിട്ട് തിരിച്ചു പോവുക ചെയ്തത്. ഇതിപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴേക്ക് ഏകദേശം 7:45. ഇവിടെ ഈ തളിപ്പറമ്പ് തന്നെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഒരു വൈദ്യനാഥ ക്ഷേത്രമുണ്ട്, തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. തൃച്ചംബരം ക്ഷേത്രത്തിൽ നമ്മൾ മുൻപ് വന്നിട്ടുണ്ട്, മുൻപ് 2 വട്ടം കണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന 3 ക്ഷേത്രങ്ങളുടെ പേരാണ് പറഞ്ഞത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു പഴയ ക്ഷേത്രം കണ്ടായിരുന്നു. സാധിക്കുമെങ്കിൽ അവിടെ ഒന്ന് പോകണം. അതെ, നമ്മളിവിടെ ആ ഒരു ഉപദേവതാ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടാ. അരവത്ത് ശ്രീ ഭൂതനാഥ ക്ഷേത്രം. കുബേര ഗണപതി ഭൂതനാഥ ക്ഷേത്രമാണ് കേട്ടോ. അത് അരവത്ത് ഭൂതനാഥ ക്ഷേത്രം. അതിമനോഹരമായ ഒരു കൊച്ചു ക്ഷേത്രമാണ്. അപ്പം ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഭൂതനാഥൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ തന്നെ മറ്റൊരു ഭാവമാണ് കേട്ടോ. അത് ഇവിടെ പറയുന്നത് രാജരാജേശ്വരനെ തമ്പുരാൻ എന്നാണ് പറയുന്നത്. അയ്യപ്പസ്വാമിക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഭാവമാണ് ഈ ഭൂതനാഥൻ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ആ ക്ഷേത്രത്തിൽ, ഭൂതനാഥ ക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോലിനുള്ളിൽ ഭൂതനാഥൻ്റെ പ്രതിഷ്ഠയും കൂടാതെ തന്നെ തൊട്ട് ചേർന്ന് തന്നെ ചെറിയൊരു ഹോളിലൂടെ നമുക്ക് നോക്കിയാൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ പുറത്ത് ഒരു കുബേര ഗണപതി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ചുവട്ടിലൊരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു അരവത്ത് ഭൂതനാഥ ക്ഷേത്രത്തിലുള്ളത്. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അതും കൂടി ഒന്ന് കാണാം. കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ നേരെ നമ്മുടെ തൃച്ചംബരം ക്ഷേത്രവും പിന്നെ അവിടെ ഒരു വൈദ്യനാഥ ക്ഷേത്രമുണ്ട്, അവിടെയും ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ ചെറിയിലേക്ക് എത്തിട്ടോ. ഗംഭീര ചെറിയാണേ. എന്താ പിന്നെ ഒരു 4 ഏക്കറൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇത്ര വലിയ ചെറ. ഈ ക്ഷേത്രകുളത്തിൻ്റെ ആ ഒരു കുളപ്പുരയുടെ സൈഡിൽ ഇങ്ങനെ ആ ഒരു കുളത്തിൻ്റെ ഒരു വിശദാംശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ മലയാളം അല്ല അത്. കണ്ടോ, വേറൊരു വട്ടെഴുത്തൊക്കെ പോലത്തെ ഒരു ലിപിയാണ് അത്. കണ്ടപ്പോൾ എടുത്തു എന്നുള്ളൂ. ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. നമ്മളപ്പോൾ ആ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പം നടന്നു കഴിഞ്ഞാൽ നേരം പോകും.
ഇനി തൃച്ചംബരം ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രമുണ്ട്, അതൊന്ന് കാണണം. ഇപ്പം തന്നെ 8 മണിയായി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോണ വഴിക്ക് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ പാലത്തിൻ്റെ അവിടെ നിന്നിട്ടേ നമ്മുടെ ഡ്രോണിലൊരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നേരം വൈകണ്ട, മഴയും വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. വളരെ ആഴത്തിൽ വേരൂന്നിയ പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമുള്ളൂ. കാരണം ആ സമയത്താണ് ഭഗവാൻ തൻ്റെ പത്നിയായ പാർവതീദേവിയുടെ കൂടെ സന്തോഷത്തിലിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാദേവൻ്റെ വെങ്കല വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. 14 അടി ഉയരവും 4200 കിലോ ഭാരവുമുള്ള മനോഹരമായ ഈ വിഗ്രഹം നിർമ്മിച്ചത് പ്രശസ്ത ശില്പിയായ ഉണ്ണി കാനായിയാണ്. അന്വേഷിച്ചറിഞ്ഞതും ചോദിച്ചറിഞ്ഞതുമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, തെറ്റുകൾ തിരുത്തി തരിക. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.